ഞാൻ അരുണിലേക്ക് കൂടി. അരുൺ, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ ആരൊക്കെ മന്ത്രിമാരാകുമെന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതു മുതൽ പല പല വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നതൊക്കെ മുസ്ലിം ലീഗുമായി ചുറ്റിപ്പറ്റി കൂടിയാണ്. അപ്പോൾ അവർക്ക് എത്ര മന്ത്രിസ്ഥാനം, 5 മന്ത്രി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നിൽക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ ആരൊക്കെ മന്ത്രിമാരായി വരണം എന്നതാണ് പാർട്ടിയിൽ ഉള്ള ഒരു പൊതുധാരണ. ദിവിഷ്, ഗുഡ് മോർണിംഗ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് ഒരു ചിത്രമുണ്ട്, പക്ഷെ ഒരു ഫൈനൽ ഔട്ട് വരേണ്ട ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. നേരത്തെ തന്നെ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്ന പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസിലെ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ നീളുന്ന സാഹചര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അവിടെയും മുസ്ലിം ലീഗ് വൈകിപ്പിച്ചില്ല, അവരുടെ നേതൃയോഗം വിളിച്ചു. അപ്പോഴും പ്രധാന ചർച്ചയായത് ഈ മന്ത്രിമാരുടെ കാര്യം തന്നെയാണ്. ദിവിഷ് ചോദിച്ചത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. എത്ര മന്ത്രിമാരുണ്ടാകും, ഒപ്പം തന്നെ ഏതൊക്കെ വകുപ്പുകളാകും എന്നാണ് അറിയേണ്ടത്. അതുകൂടെ അനുസരിച്ചായിരിക്കും ഈ മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. അതിന് വേണ്ട താമസം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് 4 ഒപ്പം തന്നെ ആരോഗ്യവും വിദ്യാഭ്യാസവും വെച്ച് മാറും എന്നൊരു സൂചനയായിരുന്നു ആദ്യം തന്നെ നമ്മുടെ മുന്നിലേക്ക് വന്നത്. പക്ഷേ വിദ്യാഭ്യാസം ലീഗ് തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതും അവസാന മണിക്കൂറിൽ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു 5 ക്യാബിനറ്റ് പദവി എന്തായാലും ലീഗ് ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ്. 4 ഡെപ്യൂട്ടി സ്പീക്കറുമാണെങ്കിൽ ആ 5 കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ഉറപ്പിച്ച ഗ്യാരണ്ടീഡാണ്. അതിന് ബാക്കിയുള്ള ആരൊക്കെ വരുമെന്ന പേരുകളിലേക്ക് നമുക്കൊന്ന് പോയാൽ അതിൽ മണ്ണാർക്കാട് നിന്ന് 4 തവണ വിജയിച്ച AN ഷംസുദ്ദീനാണ് സാധ്യതകളേറെ. മലപ്പുറത്ത് നിന്ന് തന്നെ മത്സരിച്ച് വിജയിച്ച KM ഷാജിയും PK ബഷീറും, ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് സീനിയർ മോസ്റ്റ് നേതാക്കളായ പാറക്കൽ അബ്ദുള്ളയും റസാഖ് മാസ്റ്ററുമാണ്. ഇവരിൽ പാറക്കൽ അബ്ദുള്ളയ്ക്ക് സാധ്യതയേറുന്നുണ്ട്. ഒരുപക്ഷെ കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ച ആദ്യ ടേം MLA-മാരെ മന്ത്രിമാരാക്കുന്ന ഒരു മാനദണ്ഡം ലീഗിന് ഇല്ലാത്തതാണ്. പക്ഷേ തെക്കൻ കേരളത്തിൽ നിന്നൊരു പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഇനിയൊരു ക്യാബിനറ്റ് പദവിയിലേക്ക് അബ്ദുൾ ഗഫൂറിനെ പരിഗണിക്കുന്നതും തള്ളിക്കളയാനാകില്ല എന്നാണ്. എന്നാലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഈ പേരുകളിലാണ് ഇപ്പോൾ ചർച്ചയുള്ളത്. ഇനി ഒരു അന്തിമ ലിസ്റ്റാണ് അതിൽ വേണ്ടത്. അത് ലീഗിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒരു അന്തിമ തീരുമാനം പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മനസ്സിലുണ്ട്. ശരിയാണ്. എന്തായാലും ഏകദേശം ഒരു ധാരണയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാകും പാർട്ടി എന്ന് കരുതാം. ഇനി അത് ഘടകകക്ഷികളുടെ ഒരു അഭിപ്രായം കോൺഗ്രസ് അറിയുക, വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമെന്ന് കരുതാം.